എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വെജിറ്റബിൾ ബിരിയാണിയാണ്. നമ്മുടെ നാട്ടിൽ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ കിട്ടുന്ന ബിരിയാണിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കിനി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് റൈസ് തയ്യാറാക്കണം. അതിന് ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്, ജീര റൈസ്. അതൊരു 1.5 കപ്പ്. ഞാനൊരു പാത്രത്തിൽ അരി കഴുകിയിടുകയാണ്. ഞാൻ അരി സോക്കൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ അത് വെന്ത് കിട്ടും. നമ്മൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ബിരിയാണി ദം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ദം ചെയ്യണ സമയത്ത് വീണ്ടും ഓവർ കുക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ 3.5 കപ്പ് വെള്ളം ഒഴിച്ചു. അത് വെള്ളത്തിൻ്റെ അളവ് കുഴപ്പമില്ല, കാരണം നമ്മൾ അരി വാർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് റോ മസാലകൾ ഇട്ട് കൊടുക്കാം. അതായത് ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ഷാജീര. അതിൻ്റെയൊക്കെ അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നോക്കി ചെയ്താൽ മതി. എല്ലാം കറക്റ്റ് അളവാണ്, ഞാൻ ചെയ്ത അതേ അളവാണ് കൊടുത്തിരിക്കുന്നത്. ഞാനെല്ലാം ചേർത്ത ശേഷമാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. ഇനി നമുക്ക് അരിയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നെയ്യാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും. ഇത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഓവർ കുക്ക് ആവാൻ പാടില്ല. ചോറ് ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അത്ര വെന്താൽ മതി. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മാറ്റി വെച്ചതാണ്. വെള്ളം ഊറ്റിയ ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ ആ ചൂടിലിരുന്നിട്ട് വേവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ തന്നെ ചെയ്താൽ മതി. നെയ്യ് ചൂടായ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റോ മസാല ഇട്ട് കൊടുക്കാം. ഇതിൽ പെരിഞ്ജീരകം, ജാതിപത്രി, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്ക, ഇത്രയാണുള്ളത്. അതിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നെയ്യ് ചൂടായി നമുക്ക് റോ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇളക്കണം, അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ടാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു 3 എണ്ണമാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ 3 എണ്ണമാണ്, അധികം എരിവില്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അത് നന്നായിട്ട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇതെല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെയൊക്കെ പച്ചച്ചോയ മാറിയിട്ട് വരണം. നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പച്ചച്ചോയ മാറിയാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ മൊത്തം ഈ ബിരിയാണിക്ക് 3 ചെറിയ സവാളയാണ് ഉപയോഗിക്കുന്നത്. അതിൽ 1.5 സവാളയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ദം ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുക. സവാളയും അതേപോലെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. സവാള ആയ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിയിൽ തക്കാളി ചേർത്ത് എണ്ണ തെളിയുന്ന വരെ ഇളക്കാറുണ്ട്. ഇത് അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ കളറാണ് ബിരിയാണിക്ക് ഉണ്ടാവുക. ബിരിയാണി മഞ്ഞ നിറത്തിലാവും ഉണ്ടായിരിക്കും. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറേ നേരം ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചേർക്കാം. 2ഉം ഓരോ കപ്പ് വീതമാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി ചേർത്താൽ മതി, കാരണം ബാക്കി നമുക്ക് ദം ചെയ്യണ സമയത്ത് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഗ്രീൻ പീസാണ്. പൊതുവേ റോ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ചേർക്കുക. അപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുള്ളതാണ്, അത് വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓവറായിട്ട് കുക്കാവരുത്, ഉടഞ്ഞു പോകരുത്. കുറച്ച് കട്ടിയിൽ തന്നെ കിടക്കണം, നമുക്ക് കടിക്കണം ഇങ്ങനെ. അപ്പം നമ്മളുടെ ഈ ബിരിയാണിയിൽ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കാം.
ഇനി ആവശ്യത്തിന് മസാലയ്ക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ, നമ്മൾ ഓൾറെഡി അരി വേവിക്കുമ്പോൾ ചേർത്തതാണ്. വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ദമ്മിൽ കിടന്നിട്ട് ആയിക്കോളും, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ബ്രെഡും ഉള്ളിയൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് നന്നായിട്ട് ചൂടാവണം. ചൂടായ ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി. അത് നന്നായിട്ട് വറുത്ത ശേഷം മാറ്റി വയ്ക്കാം. അടുത്തത് കാഷ്യൂനട്ടാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ആയ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി നല്ല നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി അത്യാവശ്യം ഫ്രൈ ആയി തുടങ്ങി. ഇനി നമുക്കിത് മാറ്റാം. ഞാൻ ഉള്ളി ഓവറായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ മാറ്റി വെച്ചാലും ഇത് കുറച്ച് നേരം ഇരുന്നിട്ട് ആ കളറൊന്ന് ചേഞ്ചായി വന്നോളൂ. ഇനി നമ്മൾ ചേർക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് ഉപയോഗിച്ചത്. ഈ ബിരിയാണിയുടെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഇതാണ്, നമ്മൾ ബ്രെഡ് വറുത്തിടുന്നത്. ഫ്രൈ ആയി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ദം ചെയ്യാൻ പോവാണ്. സാധാരണ ദം ചെയ്യുമ്പോൾ ഒരു ലെയർ മസാല, പിന്നെ റൈസ്, വീണ്ടും മസാല, അങ്ങനെയാണ്. ഞാൻ അതല്ല ചെയ്യണത്. ഞാൻ ആദ്യം ഫുൾ മസാല ചേർത്തിട്ട് പിന്നീട് റൈസ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. റൈസ് ഇട്ട ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ബ്രെഡ്, ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ദം ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ നെയ്യ് ഒഴിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ലെയർ ചെയ്ത ശേഷവും നെയ്യ് ഒഴിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഈ ബിരിയാണിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഓയിലി അല്ല. ഇനി നമ്മൾ മാറ്റി വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റാണ് നമ്മൾ ദം ചെയ്യുന്നത്. ഞാനിതിന് അടപ്പിൻ്റെ സൈഡിൽ മാവൊന്നും ഒട്ടിക്കുന്നില്ല, ജസ്റ്റ് അടച്ച് വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. വെച്ചു. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ചെറു തീയിൽ വേണം വെക്കാൻ. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. നമ്മൾ അടിയിൽ നിന്ന് മസാല എടുത്ത് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മളുടെ വെജിറ്റേറിയൻ ഹോട്ടൽ സ്റ്റൈൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റൈത്തയുടെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.